ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. കൂലി എന്ന പുതിയ തമിഴ് ചിത്രത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഈ അടുത്തായിട്ട് വന്നതിൽ ഏറ്റവും ഹൈപ്പോട് കൂടി തിയേറ്ററിൽ വന്നിരിക്കുന്ന സിനിമയാണ് കൂലി. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലോകേഷ് കനകരാജുമായി കൈകോർക്കുന്നു. എല്ലാ ഇൻഡസ്ട്രിയിലുള്ള വൻനിര താരങ്ങൾ വരുന്നു. നാഗാർജുന, അമീർ ഖാൻ, ഉപേന്ദ്ര, സൗബിൻ, അങ്ങനെ പല ബിഗ് സ്റ്റാർസും ഒരുമിച്ച് വരുന്നു. സൺ പിക്ചേഴ്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ. അങ്ങനെ വലിയ ക്യാൻവാസിൽ വലിയ ഹൈപ്പോട് കൂടി വരുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ വന്ന ഒരു സിനിമയാണ് കൂലി. ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പോർട്ട്, അവിടെ വില്ലന്മാരെല്ലാം പല തരികിട പരിപാടികളൊക്കെ ചെയ്ത് സെറ്റിലായിരിക്കുവാണ്. അതിൻ്റെ അകത്തേക്ക് വന്നുപെടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ കൂടിയും വളരെ നല്ല രീതിയിൽ ഓഡിയൻസിന് മടുപ്പുണ്ടാക്കാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ലോകേഷിന് സാധിച്ചിട്ടുണ്ട്. ചെറിയ സ്ലോനെസ്സൊക്കെ ഉണ്ട് പടത്തിൽ, പക്ഷേ ഒരു 85% പോർഷനും വളരെ ഹൈ ആയിട്ട് പംപ്ഡ് അപ്പായിട്ടൊരു മാസ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പടം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 15% ഓഫ് ദ ടൈം പടത്തിന് ചെറിയൊരു ലാഗുണ്ട്. അത് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനവും സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യമാണ് ആ ലാഗ് മെയിൻലി വരുന്നത്. പക്ഷേ അതല്ലാതെ നല്ല രീതിയിൽ പടം വന്നിട്ടുണ്ട്. ഇനി ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, രജനീകാന്തിൻ്റെ ഓറ, ഒരു മാസ് എലമെൻറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് പടം വന്നിരിക്കുന്നത്. ഫാൻസായിട്ടുള്ള ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി എന്തുമാത്രം അർമാദിക്കാമോ അതിനുള്ള എല്ലാ വകകളും ഈ സിനിമയിലുണ്ട്. പിന്നെ നാഗാർജുനയുടെ റോളാണ്. നാഗാർജുന കംപ്ലീറ്റ്ലി ഫ്ലാംബോയിൻ്റ് ആയിട്ടുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വില്ലൻ്റെ റോളാണ്. അദ്ദേഹം സാധാരണ വില്ലൻ റോളുകൾ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ നല്ല രീതിയിൽ ആ വില്ലൻ റോൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡ് ആ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ക്യാരക്ടറിന് ആർക്കുള്ളത് സൗബിൻ്റെ ക്യാരക്ടറിനാണ്. ഒരു മുഴുനീള കഥാപാത്രമാണ്. ലോകേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞാൽ സൗബിനെ തേടി തമിഴിൽ ഒരുപാട് അവസരങ്ങൾ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിന്. പിന്നെ വരുന്നത് ഉപേന്ദ്രയാണ്. നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും, ഈ രജനീകാന്ത് ബാക്കിയുള്ള ക്യാരക്ടറെല്ലാം പറയുമ്പോൾ നമ്മൾ ഈ ഉപേന്ദ്രയ്ക്ക് ഒരു ചെറിയ റോളാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ സിനിമയിലെ ഒരുപക്ഷെ ഏറ്റവും നല്ല ഇൻട്രൊഡക്ഷൻ സീൻ വന്നിരിക്കുന്നത് ഉപേന്ദ്രയ്ക്കാണ്. നമ്മൾ എഴുന്നേറ്റ് കൈയടിച്ചു പോകും. അമ്മാതിരി ഇൻട്രൊഡക്ഷൻ സീനാണ് ഉപേന്ദ്രയ്ക്ക് വന്നിരിക്കുന്നത്. കന്നഡ ഫാൻസിന്, ഉപേന്ദ്ര ഫാൻസിന് തിയേറ്ററിൽ മേളിൽ അറുമാദിക്കാനുള്ള എലമെൻറ്റ് ആ ഒറ്റ സീനിലുണ്ട്. അതിൻ്റെ BGM എല്ലാം മാറ്റി, അതുവരെ പടത്തിൽ വന്നിരുന്ന BGMത്തിൻ്റെ സ്റ്റൈലെല്ലാം മാറ്റി പുതിയൊരു ടൈപ്പ് BGM ആ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് അനുഡിത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആപ്റ്റായിട്ട് ഒരു കിടിലമാക്കുന്ന രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് വരുന്നത് ശ്രുതി ഹാസനാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മറ്റൊരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്. ഞാൻ ആ ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അനുഡിത്തിൻ്റെ BGM ആണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പടത്തിനെ കംപ്ലീറ്റ്ലി ആ ഒരു പഞ്ച് ലൈനിൽ കൊണ്ടുപോകാനായിട്ട്, മാസ് എലമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് അനുഡിത്തിൻ്റെ BGM ആണ്. അൻപർവിൻ്റെ സ്റ്റൺ കൊറിയോഗ്രാഫി സൂപ്പറാണ്. പല സ്റ്റണ്ടുകളും നമുക്ക് കിൻഡലിടി എന്ന് മനസ്സ് തോന്നുന്ന രീതിയിലുള്ള സ്റ്റണ്ടാണ്. നല്ല രീതിയിൽ അദ്ദേഹം സ്റ്റണ്ടെല്ലാം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഗിരീഷ് ഗംഗാധരൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. നല്ല ഫ്രെയിമുകളും കളർ ഗ്രേഡിങ്ങും സീക്വൻസുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഓവറോൾ നമുക്ക് നല്ലവണ്ണം തറവിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരുന്നത്, ലിയോയേക്കാൾ മികച്ചതാണോ, ലോകേഷിന് ഏറ്റവും മികച്ച സിനിമയാണോ എന്നാണ്. ലോകേഷിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ലാന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലിയോയേക്കാൾ മികച്ച സിനിമയാണ്. കാരണം ലിയോയുടെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു ഹാഫ് ബേക്ക്ഡ് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഈ കൂലിയിലേക്ക് വരുമ്പോൾ പടം ഓവറോൾ ഒരേ പഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് കുറച്ച് ലാഗുണ്ട്, കുറച്ച് അൺവാണ്ടഡ് സീൻസൊക്കെ വരുമ്പോൾ. 3 മണിക്കൂറുണ്ട് പടത്തിൻ്റെ ടോട്ടൽ ലെങ്ത്. ഒരു 15-20 മിനിറ്റ്സ് ആണ് അതിനകത്ത് ഈ ലാഗ് വരുന്ന സീനുകൾ. പക്ഷേ അതൊരു ആസ്വാദനത്തിന് ബാധിക്കുന്ന രീതിയിലൊന്നുമല്ല. നല്ല രീതിയിൽ പടം വന്നിട്ടുണ്ട്. ഒരു മാസ് ഹിറ്റാവാനുള്ള എല്ലാ എലമെൻസും പടത്തിലുണ്ട്. എല്ലാ സ്റ്റാർസിൻ്റെ ഫാൻസിനും പോയി കണ്ട് ആസ്വദിച്ച് അറുമാദിച്ച് കീറി വിളിക്കാനുള്ള എല്ലാ പരിപാടികളും പടത്തിൻ്റെ അകത്ത് ലോകേഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ LCUലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാനൊരു സർപ്രൈസായിട്ട് തന്നെ വയ്ക്കുന്നു. കാര്യം അതൊരു സ്പോയിലറായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടം കാണുന്ന ആൾക്കാർക്ക് അത് കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും LCUലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എക്സ്പെക്റ്റേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു പടമാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ സിനിമ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.